നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സ് ഓരോ ജില്ലകളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ പല വിവാദങ്ങളും ഇതുമായി ചുറ്റിപ്പറ്റി ഒപ്പമുണ്ട്. ഏതായാലും ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് ഏറെ ചർച്ചയാകുന്നത്. ജന്മഭൂമിയിലാണ് ഇന്ന് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അതായത് നവകേരള സദസ്സ് ഇന്ന് കൊല്ലത്ത് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ ഗണപതി ഹോമം നടത്തിയിരിക്കുകയാണ്. ചക്കുവള്ളിയിലെ കശുവണ്ടി ഫാക്ടറിയുടെ സ്ഥലത്ത് നിന്ന് നവകേരള സദസ്സ് നടക്കാനിരിക്കെയാണ് സമീപത്തുള്ള പരബ്രഹ്മ ക്ഷേത്രത്തിൽ 60 രൂപ അടച്ച് ഗണപതി ഹോമം നടത്തിയിരിക്കുന്നത്. ക്ഷേത്ര മൈതാനി നവകേരള സദസ്സിന് ഉപയോഗിക്കുന്നത് ഹൈക്കോടതി വിലക്കിയതിന് പിന്നാലെയാണ് ഫാക്ടറി മൈതാനിയിലേക്ക് വേദി മാറ്റിയത്. തിങ്കളാഴ്ച പരബ്രഹ്മ ക്ഷേത്ര മൈതാനിയിൽ വെച്ച് നവകേരള സദസ്സ് സംഘടിപ്പിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. ഇത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദി ഭാരവാഹികളായ കൊല്ലം കുന്നത്തൂർ സ്വദേശി ജെ ജയകുമാർ, മൈനാഗപ്പള്ളി സ്വദേശി ഓമനക്കുട്ടൻ പിള്ള എന്നിവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജി പരിഗണിച്ച കോടതി നവകേരള സദസ്സിനായി ക്ഷേത്ര മൈതാനി ഉപയോഗിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തുകയായിരുന്നു. ദേവസ്വം ബോർഡ് സ്കൂൾ ഗ്രൗണ്ട് എന്നാണ് സർക്കാർ പരസ്യങ്ങളിൽ പറയുന്നതെങ്കിലും ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് മൈതാനി. ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് സ്കൂളും മൈതാനിയും ഉള്ളത്. ക്ഷേത്ര കാര്യങ്ങളോ ആചാരങ്ങളോ ആയി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് ദേവസ്വം വക മൈതാനം ഉപയോഗിക്കുന്നത് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിന്റെയും കോടതി വിധികളുടെയും ലംഘനമാണ്. നവകേരള സദസ്സ് നടത്താൻ ഗ്രൗണ്ട് വിട്ടു നൽകുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും വിശ്വാസികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് നവകേരള മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ജില്ലകൾ കടന്നപ്പോൾ തന്നെ ഒരുപാട് സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ച വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അതിനെതിരെയെല്ലാം രൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ക്ഷേത്ര മൈതാനം കൂടി വിട്ടു നൽകേണ്ടതില്ല എന്നുള്ളൊരു ആവശ്യവും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നത്. പെൻഷനും ആനുകൂല്യങ്ങളൊന്നുമില്ലാതെ വികസനം തെല്ലുമില്ലാതെ തകർന്ന തരിപ്പണമായ ഒരു സർക്കാർ ഇത്തരത്തിൽ നവകേരള സദസ്സ് നടത്തിയാൽ നാടിന് എന്ത് പ്രയോജനം? ബാറുകാരോടും കച്ചവടക്കാരോടും പാറമടക്കാരോടും സ്വർണ്ണക്കടത്തുകാരോടും ഒക്കെ കോടികൾ കോഴ വാങ്ങിയാണ് വനകേരളം ഇത്തരത്തിലൊരു കോമാളി യോഗമാക്കി മാറ്റുന്നതെന്ന് പലയിടങ്ങളിലും ആക്ഷേപം ഉയരുകയാണ്. ഇതൊരു കൊള്ളയാത്രയാണെന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും വിശ്വസിച്ചേക്കാം. റബ്ബറിനും നെല്ലിനും നാളികേരത്തിനും വിലയിടിഞ്ഞും വില തകർന്നും തരിപ്പണമായ കേരളത്തിൽ 20 ലക്ഷം വരുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരമില്ല. വിറ്റ നെല്ലിന് പണം കിട്ടാതെ നെട്ടോട്ടം ഓടുന്ന കർഷകർ, പെൻഷൻ കിട്ടാതെ അനേകായിരങ്ങൾ, ശമ്പളമില്ലാതെ KSRTC ജീവനക്കാർ, ഒരു കലുങ്ക് നന്നാക്കാനോ റോഡിലെ കുഴി അടയ്ക്കാനോ സർക്കാർ വിഹിതം കിട്ടാതെ വലയുന്ന പഞ്ചായത്തുകൾ. കേരളത്തിൽ കുറെ പേർ സുഖിക്കുന്നുണ്ട്, പണം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ആരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് ഈ ഒരു ദിവസങ്ങളിൽ. ഏതായാലും കേരള മുഖ്യമന്ത്രി അഹങ്കാരത്തിന്റെ മുഖംമൂടിയും ധാർഷ്ട്യത്തിന്റെ ശബ്ദവും മാടമ്പിത്തരത്തിന്റെ അടയാളവുമായി മാറരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. ജനങ്ങളെയും ജനപ്രതിനിധികളെയും കേൾക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലെങ്കിൽ ഈ കസേര മുഖ്യമന്ത്രിക്ക് ചേരില്ലെന്ന് പറഞ്ഞാൽ ഒരാൾക്കും കുറ്റം പറയാനാകില്ല.